ഹായ്, നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. പൂർണ്ണമായും ഈ ഭരണ സംവിധാനത്തിലേക്ക് മാറിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമേത്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ബി കേരളം, സി കർണാടക, ഡി ഹിമാചൽ പ്രദേശ്. ആൻസർ ഓപ്ഷൻ ബി കേരളം. പൂർണ്ണമായും ഈ ഭരണ സംവിധാനത്തിലേക്ക് മാറിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി? എന്താണ് പേര്? മോഹൻ ചരൺ മാഞ്ചി. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ബി തെലങ്കാന, സി ഒഡീഷ, ഡി ജാർഖണ്ഡ്. ആൻസർ സി ഒഡീഷ. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ എ ഉണർവ്, ബി കരുതൽ, സി സമ്മോഹനം, ഡി നേർവഴി. ഉത്തരം ഓപ്ഷൻ ഡി നേർവഴി. ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്ലോഡിയ ഷെയ്ൻബോം? ഓപ്ഷൻ എ മെക്സിക്കോ, ബി ഈജിപ്ത്, സി ഇറ്റലി, ഡി ഓസ്ട്രേലിയ. ആൻസർ ഓപ്ഷൻ എ മെക്സിക്കോ. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ ദേശമംഗലം രാമകൃഷ്ണൻ, ഓപ്ഷൻ ബി പി കെ രാജശേഖരൻ, ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി വിജയകൃഷ്ണൻ. ആൻസർ ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ. എന്താണ് 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. നമുക്ക് ബാക്കി ഉള്ള പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നോക്കാം. പി കേശവദേവ് പുരസ്കാരം 2024 നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. 20ാമത്തെ കേശവദേവ് പുരസ്കാരമാണ് അടൂർ ഗോപാലകൃഷ്ണൻ കിട്ടിയത്. 2023 ദേശമംഗലം ഗോപാലകൃഷ്ണന്, 2022 പി കെ രാജശേഖരൻ. ഏതാ കൃതി? ദസ്തയേവ്സ്കി ഭൂതാവിഷ്ടൻ്റെ ഛായാപഥം. എന്താണ്? ദസ്തയേവ്സ്കി ഭൂതാവിഷ്ടൻ്റെ ഛായാപഥം. 2021 തോമസ് ജേക്കബ്, 2020 വിജയകൃഷ്ണൻ. ഓപ്ഷനിലുള്ള വിജയകൃഷ്ണനുണ്ട്, പി കെ രാജശേഖരനുണ്ട്, കണ്ടോ? അപ്പോൾ ഉറപ്പിച്ച് പഠിച്ചോ. 24 അടൂര്, 23 ദേശമംഗലം, 22 പി കെ രാജശേഖരൻ, 21 തോമസ് ജേക്കബ്, 20 വിജയകൃഷ്ണൻ. ദേശമംഗലം രാമകൃഷ്ണൻ്റെ കുറച്ച് കൃതികൾ കൂടി നോക്കാം. അഷ്ടാവക്രൻ്റെ വീണ്ടു വിചാരങ്ങൾ. എന്താണ്? അഷ്ടാവക്രൻ്റെ വീണ്ടു വിചാരങ്ങൾ. ചിതൽ വരും കാലം, ഇന്ത്യ ഗേറ്റ്, ഇവിടെ ഒരു വാക്കും സാന്ത്വനമാവില്ല, എന്നെ കണ്ടുമുട്ടാൻ എനിക്കാവുമോ. എന്തൊക്കെയാണ് ദേശമംഗലം രാമകൃഷ്ണൻ്റെ കൃതികൾ? അഷ്ടാവക്രൻ്റെ വീണ്ടു വിചാരങ്ങൾ, ചിതൽ വരും കാലം, ഇന്ത്യ ഗേറ്റ്, ഇവിടെ ഒരു വാക്കും സാന്ത്വനമാവില്ല, എന്നെ കണ്ടുമുട്ടാൻ എനിക്കാവുമോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുളച്ചൽ വിജയയോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ എവിടെയാണ്? ഓപ്ഷൻ എ കന്യാകുമാരി, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി എറണാകുളം. ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. കുളച്ചൽ വിജയയോദ്ധാവ് നമുക്ക് എന്തോ നോക്കാവേ. കുളച്ചൽ യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ കുളച്ചൽ യുദ്ധസ്മാരകത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുളച്ചൽ വിജയയോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ ലളിത് ശർമ്മ, തിരുവിതാംകൂർ കുടുംബാംഗം ആദിത്യവർമ്മ, വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ തോമസ് മാത്യു, മേജർ രവി, മീനാക്ഷി ശർമ്മ എന്നിവർ സന്നിഹിതരായിരുന്നു. അതൊന്നും വേണ്ട. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കുളച്ചൽ യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ കുളച്ചൽ യുദ്ധസ്മാരകത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുളച്ചൽ വിജയയോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അലഞ്ഞു തിരിയുന്ന കന്നുകാലികളിൽ നിന്ന് വിളകൾക്ക് സംരക്ഷണം നൽകാനുള്ള മുഖ്യമന്ത്രി ഹേത് സുരക്ഷാ യോജന ആരംഭിച്ച സംസ്ഥാനമേത്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ആൻസർ ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. എന്താ പദ്ധതിയാണ്? മുഖ്യമന്ത്രി ഹേത് സുരക്ഷാ യോജന ആരംഭിച്ചത് ഉത്തർപ്രദേശ്. അലഞ്ഞു തിരിയുന്ന കന്നുകാലികളിൽ നിന്ന് വിളകൾക്ക് സംരക്ഷണം നൽകാനുള്ള മുഖ്യമന്ത്രി ഹേത് സുരക്ഷാ യോജന, ഉത്തർപ്രദേശ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും ഡ്രൈവിംഗ് സ്കൂളുകളിലും വിജിലൻസ് നടത്തിയ പരിശോധന ഏത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്റ്റെപ്പിനി, ബി ഓപ്പറേഷൻ ബാക്ക് വീൽ, സി ഓപ്പറേഷൻ ഗിയർ, ഡി ഓപ്പറേഷൻ എച്ച്. ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്റ്റെപ്പിനി. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രീറ്റ് ഫുഡ് മധുരപലഹാരങ്ങളുടെ പട്ടികയിൽ 14ാം സ്ഥാനം നേടിയ ഇന്ത്യൻ പലഹാരമേത്? എത്രാം സ്ഥാനം? 14ാം സ്ഥാനം. ഓപ്ഷൻ എ ജിലേബി, ബി ലഡ്ഡു, സി രസഗുള, ഡി മൈസൂർ പാക്ക്.
ഉത്തരം ഡി മൈസൂർ പാക്ക്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രീറ്റ് ഫുഡ് മധുരപലഹാരങ്ങളുടെ പട്ടികയിൽ 14ാം സ്ഥാനം നേടിയ ഇന്ത്യൻ പലഹാരമാണ് മൈസൂർ പാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 1890 സെപ്റ്റംബറിൽ മുച്ചുകുന്നിൽ ജനിച്ച കേരളത്തിലെ നേതാവാര്? ഓപ്ഷൻ എ ടി കെ മാധവൻ, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി എ കെ ഗോപാലൻ, ഓപ്ഷൻ ഡി അയ്യത്താൻ ഗോപാലൻ. ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ. എവിടെ ജനിച്ചാണ്? മുച്ചുകുന്നിൽ. അപ്പോൾ 1890 സെപ്റ്റംബറിൽ മുച്ചുകുന്നിൽ ജനിച്ച കേരളത്തിലെ നേതാവാണ് കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാര്? ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാര്? ആരാ രചിച്ചത്? പണ്ഡിറ്റ് കറുപ്പൻ. ആരാ രചിച്ചത്? പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാധിരാജൻ എന്ന് വിളിക്കപ്പെട്ടത് ആരെയാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ എ സേതുലക്ഷ്മി, ഓപ്ഷൻ ബി ശ്രീ ചിത്തിര തിരുനാൾ, ഓപ്ഷൻ സി വിശാഖം തിരുനാൾ, ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാൾ. ഉത്തരം ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏത്? ഓപ്ഷൻ എ 9ാം പട്ടിക, ബി 10ാം പട്ടിക, സി 11ാം പട്ടിക, ഡി 12ാം പട്ടിക. ഏതാണ് ആൻസർ? 11ാം പട്ടിക. അപ്പോൾ 12ാം പട്ടിക എന്താണ്? മുനിസിപ്പാലിറ്റികളുടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ അനുച്ഛേദം 368 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ അടിയന്തരാവസ്ഥ, ഓപ്ഷൻ ബി ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ സി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ഡി അവിശ്വാസ പ്രമേയം. ഉത്തരം ഓപ്ഷൻ ബി ഭരണഘടനാ ഭേദഗതി. അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്രവും സംസ്ഥാനങ്ങളുമായി ആദായ നികുതി വീതിച്ചെടുക്കുന്നതിൻ്റെ അനുപാതം ശുപാർശ ചെയ്യുന്നതാര്? ഓപ്ഷൻ എ നീതി ആയോഗ്, ഓപ്ഷൻ ബി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം, ഓപ്ഷൻ സി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, ഓപ്ഷൻ ഡി CSO. ഏതാ ആൻസർ? ഓപ്ഷൻ സി കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളുമായി ആദായ നികുതി വീതിച്ചെടുക്കുന്നതിൻ്റെ അനുപാതം ശുപാർശ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തൊഴിൽക്കരമായി ഈടാക്കാവുന്ന പരമാവധി തുക എത്ര? ഓപ്ഷൻ എ 2500 രൂപ, ഓപ്ഷൻ ബി 7000 രൂപ, ഓപ്ഷൻ സി 1000 രൂപ, ഓപ്ഷൻ ഡി 4000 രൂപ. ഉത്തരം ഓപ്ഷൻ എ 2500 രൂപ. ഇനി ഒരു 1-2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. തല കൊണ്ടിടിച്ച്, അതായത് ഹെഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്താണ്? തല കൊണ്ടിടിച്ച് അഥവാ തല കൊണ്ടിടിച്ച് ഹെഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ കളിക്കാരനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് നടന്നത് എവിടെ? കാനഡ. 2023 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് നടന്നത് കാനഡ. അടുത്തത്, ആനി ജോർജ് മാത്യു. ആരാണ് ആനി ജോർജ് മാത്യു? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ആനി ജോർജ് മാത്യു. ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? മലയാളിയായ ആനി ജോർജ് മാത്യു ഏത് ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗമായാണ് നിയമിതയായത്? ഏത് ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗമായി? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായാണ് ആര് തിരഞ്ഞെടുക്കപ്പെട്ടത്? ആനി ജോർജ് മാത്യു. അപ്പോൾ എന്താണ് എല്ലാം പറഞ്ഞതെല്ലാം നോക്കിയോ? നമുക്ക് കേശവദേവ് പുരസ്കാരം ഒരിക്കൽ കൂടെ നോക്കാം. കേശവദേവ് പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് 2024 കിട്ടിയത് ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. 2023 ദേശമംഗലം ഗോപാലകൃഷ്ണൻ. 2024 2023 ഗോപാലകൃഷ്ണൻ, അടൂർ ഗോപാലകൃഷ്ണൻ. 2023 ദേശമംഗലം ഗോപാലകൃഷ്ണൻ. 2022 PK രാജശേഖരൻ. കൃതി ദസ്തയേവ്സ്കി ഭൂതാവിഷ്ടൻ്റെ ഛായാപഥം. 2021 തോമസ് ജേക്കബ്. 2020 വിജയ കൃഷ്ണൻ. ദേശമംഗലം രാമകൃഷ്ണൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? അഷ്ടാവക്രൻ്റെ വീണ്ടു വിചാരങ്ങൾ, ചിതൽ വരും കാലം, ഇന്ത്യ ഗേറ്റ്, ഇവിടെ ഒരു വാക്കും സാന്ത്വനമാവില്ല, എന്നെ കണ്ടുമുട്ടാൻ എനിക്കാവുമോ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.